ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റവ ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് റവ തന്നെയാണ്. അത് നമുക്ക് വറുത്തതോ വറുക്കാത്തതോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ റവ എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഹെൽത്തി വേർഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ശർക്കരയാണ് ഞാൻ പൊടിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 2 മുട്ടയാണ്. നിങ്ങൾ ഒരു ഗ്ലാസ് റവയാണെങ്കിൽ ഒരു മുട്ട മതി കേട്ടോ. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം തിക്നെസ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും മിൽക്ക് ആഡ് ചെയ്യാം. വേണ്ടത് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് വിനീഗറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ആ മിക്സ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യുക. ഭയങ്കര തിക്കാണെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയും ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതിൽ ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം ഞാനിത് ഇഡ്ഡലിയുടെ തട്ടിലാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനിതിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തതും. അപ്പോൾ നമുക്കിതിനി ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്കൊന്ന് ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അതറിയാൻ പറ്റും. ഇതിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത പാടെ സ്പൂൺ കൊണ്ട് പുറത്തേക്ക് എടുക്കരുത്. അത് ജസ്റ്റ് ആദ്യം ഒന്ന് പൈപ്പിൽ കാണിച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് അതിൻ്റെ ബാക്ക് സൈഡിലാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടെ വെക്കുക. അതിനുശേഷം മാത്രം മോൾഡിൽ നിന്ന് എടുത്താൽ മതി. അപ്പോഴേ ഉള്ളൂ അത് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇഡ്ഡലിയുടെയൊക്കെ പോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. ജസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലിടണു, ബ്ലെൻഡ് ചെയ്യണു. ഈ ഒരു പണി മാത്രമേ വരണുള്ളൂ. പിന്നെ അത് അവിടെ ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ കുക്കായിക്കോളും. നമുക്ക് ബാക്കിയുള്ള പണികളും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.